നിയമസഭയല്ല, ചാനൽ ചർച്ചയല്ല, ചായക്കടയല്ല എന്നൊക്കെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തിയിട്ട് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. ഇനി അങ്ങയുടെ സമരത്തിന് വേണ്ടി സംസാരിക്കുന്നതിന്റെ പേരിൽ അവരെ തന്നെ SUC എന്ന് വിളിച്ചാലോ തീവ്രവാദി എന്ന് വിളിച്ചാലോ എന്ത് വിളിച്ചു കഴിഞ്ഞാൽ ആ സമരത്തിൽ നിന്ന്, ആ കോസിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ആദരണീയനായ കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം സംസാരിച്ച് ആരംഭിക്കവെ സൂചിപ്പിച്ച പ്രസക്തമായ 2-3 കാര്യങ്ങൾ സമരത്തോടുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പ്രതികരണത്തെ സംബന്ധിച്ചാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, അദ്ദേഹം സ്വയം ചാനൽ ചർച്ചയല്ല നിയമസഭയാണ് എന്ന് കഴിഞ്ഞ 2 ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ ചില ചോദ്യങ്ങളും അതിന് നേർക്കുള്ള മറുപടികളും അതിനെ തുടർന്നുള്ള ചർച്ചകളും ഒക്കെ നമ്മുടെ പൊതുസംവാദ സ്ഥലിക്ക് മുമ്പിലുണ്ട്. അപ്പൊ അതേ ചോദ്യം അങ്ങ് ആങ്കർ എന്ന നിലയിൽ ആവർത്തിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഏത് സമരത്തിന്റെയും മുമ്പിൽ ഞങ്ങൾ ഉണ്ടാകും. ഞാനിപ്പോ സമയമെടുത്ത് അതിന് മറുപടി പറയാൻ നിൽക്കുന്നില്ല. പക്ഷേ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു, അദ്ദേഹം അടങ്ങുന്ന UDF കേരളത്തിലാകെ കൊണ്ടു നടന്ന് വിജയിപ്പിക്കാൻ ശ്രമിച്ചൊരു സമരം ഉണ്ടായിരുന്നു. ആ സമരത്തോട് ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു പക്ഷപാതിത്വപൂർണ്ണമായ സമീപനമുണ്ട്. ആരായിരുന്നു ആ സമരത്തിലെ നായിക? സ്വന്തം കുഞ്ഞിനെ ജീവിത പങ്കാളിയല്ലാത്ത മറ്റൊരാൾക്ക് വേണ്ടി ബലാത്സംഗം ചെയ്ത് കൊന്നുകളയാൻ ശ്രമിച്ച കേസിലെ ഒരു അമ്മയെ കേരളത്തിൽ എമ്പാടം കൊണ്ടു നടക്കുകയും അത് അവരുടെ മുമ്പിൽ തൊഴുകൈകളോടുകൂടെ നിൽക്കുകയും രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം, ഏതു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി, രാഷ്ട്ര സംബന്ധമായ കാര്യമെന്ന നിലയിൽ വിശാലവും മികവുറ്റതുമായ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ഏത് അധമനെയും കൂട്ടുപിടിച്ച് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്താൻ കഴിയുമോ, അങ്ങനെയെങ്കിൽ സ്വന്തം മകളെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളയാൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് ഞങ്ങൾ പരവതാനി വിരിക്കും, അവരെ മുഖ്യമന്ത്രിക്ക് മത്സരിപ്പിച്ച് ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കും എന്ന് പ്രഖ്യാപിച്ച സമരരൂപത്തിന്റെ നായകരായിരുന്നു ഇവിടെ ഈ പറഞ്ഞ ആളുകളൊക്കെ. എവിടെ പോയി ആ സമരം ചെയ്തവർ? ഇന്നൊരല്പം മനസ്താപം തോന്നണ്ടേ? കേരള പോലീസും CBIയും ചേർന്ന് കണ്ടെത്തിയിരിക്കുന്നു, ആ പെൺകുട്ടിയുടെ മരണപ്പെട്ടു പോയ കുഞ്ഞിന്റെ പിതൃ സഹോദരൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ആ കുഞ്ഞിന്റെ മൊഴി രേഖപ്പെടുത്താൻ ഈ സംഘം അനുവദിച്ചിട്ടില്ല. മനസാക്ഷിയുടെ മുമ്പിൽ നെഞ്ചത്ത് കൈവച്ച് മാപ്പ് ചോദിക്കണ്ടേ? സ്വന്തം കുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊന്നുകളയാൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് വേണ്ടി പരവതാനി വിരിച്ച് വാളയാറമ്മ സമരം നടത്തിയവർക്ക്. അതുകൊണ്ട് ആ ഏതു സമരത്തിന്റെ മുമ്പിലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ആ സമരത്തിന്റെ ഭൂതകാലത്തെ കുറിച്ച് എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കേണ്ട. ബഹുമാനിയായ SUCI അല്ലെങ്കിൽ സമരസമിതിയുടെ നേതാവെ, എല്ലാ ആദരവോടും വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് ഞാൻ അങ്ങയോട് പറയുന്നു, കേരളത്തിൽ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്തപ്പോൾ 11 വയസ്സുള്ള ആദിവാസി ബാലനെ വെടിവെച്ച് കൊന്നുകളഞ്ഞ കോൺഗ്രസിന്റെ അനുഭവം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വെയിൽ കൊണ്ടെന്ന് വന്നാലും അങ്ങേക്കും അങ്ങയുടെ സഹപ്രവർത്തകരായ സമര പോരാളികൾക്ക് ഉണ്ടാകില്ല. അങ്ങയുടെ നേർക്ക് കേരളത്തിലെ പോലീസ് ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ വെടിവെച്ച് കൊന്നുകളയില്ല. അങ്ങയുടെ നേർക്ക് ഇലക്ട്രിക് ലാത്തി പ്രയോഗിക്കില്ല. നിങ്ങൾ സമരം ചെയ്യുമ്പോൾ ആ സെക്രട്ടേറിയറ്റിന് സമീപത്തുള്ള കെട്ടിടത്തിൽ നിന്ന് തൊട്ടു മുമ്പ് സംസാരിച്ച പ്രഭാഷണം നടത്തിയ കോൺഗ്രസ് നേതാവിന്റെ ഗവൺമെന്റിന്റെ കാലയളവിൽ ആ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത പെൺകുട്ടി രജനി S. ആനന്ദ്, ആ പെൺകുട്ടി ധരിച്ച ചുരിദാറിന്റെയും ചെരുപ്പിന്റെയും വില നോക്കി ആ പെൺകുട്ടിയെ അപഹസിച്ച അപഹാസം നിങ്ങൾക്ക് നേരിടേണ്ട വരില്ല. അദ്ദേഹം കോൺഗ്രസ് പ്രതിനിധി എന്നോട് ചോദിച്ചു, അപലപിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ ആവർത്തിച്ച് പറയുന്നു, സമരത്തെ മോശമാക്കുന്ന, സമരത്തെ തള്ളിക്കളയുന്ന ഏതു പ്രസ്താവനയും ഞാൻ തള്ളിക്കളയും, ഏതു പ്രസ്താവനയും ഞങ്ങൾ അപലപിക്കും. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ സമരത്തിന് തെറ്റായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായാൽ കേരളത്തിനും നമ്മുടെ മലയാളികൾക്കും കിട്ടേണ്ട 636.88 കോടി രൂപ തരാതെ കേരളത്തിലെ ആശാപ്രവർത്തകരാണെങ്കിൽ, അത് SUCയോ CITയോ INTUSയോ ആരുമാവട്ടെ, നമ്മുടെ കേരളത്തിലെ ജനങ്ങളാണെങ്കിൽ ആ പാവപ്പെട്ട സ്ത്രീകൾക്കുള്ള തുക പിടിച്ചു വെക്കുന്ന BJP നേതാവ് സമരപന്തലി വരുമ്പോ താൻ എന്താണോ ഞങ്ങളുടെ വിയർപ്പിന്റെ അവകാശം പിടിച്ചു വെക്കാൻ തനിക്ക് ആരുടെ അവകാശം തരാത്തത് എന്ന ചോദ്യം ഉയർന്നില്ലെങ്കിൽ ആ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും. അത് ഇടുങ്ങിയ രാഷ്ട്രീയ ലക്ഷ്യമല്ല. അങ്ങ് രാഷ്ട്രീയത്തെ, ബഹുമാനിയായ സമരസമിതി നേതാവ് രാഷ്ട്രീയത്തെ വില കുറച്ച് കാണല്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ജീവിതത്തിലെ ഏറ്റവും അതിപ്രധാനമായ കാര്യമാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടാലും ഇല്ലെങ്കിലും രാഷ്ട്രീയം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് നമ്മൾ എത്രയോ തവണ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് രാഷ്ട്രീയം പറയണം. കേരളത്തിലെ സർക്കാർ വർദ്ധിപ്പിച്ച് നൽകണമെന്ന് നിങ്ങളുടെ ആവശ്യം, നമുക്ക് വർദ്ധിപ്പിച്ച് നൽകണമെന്ന് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ആഗ്രഹം. പക്ഷെ പ്രത്യേകത എന്താണ്? ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ട് കേരളത്തിന് നേർക്ക് ലക്ഷക്കണക്കിന് കോടി രൂപ നൽകാനുള്ള കേരളത്തിന്റെ നേർക്ക് സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ അനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെയാണ് ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഗുജറാത്തിലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നാട്ടിൽ കൊടുക്കുന്ന 1000 രൂപ കേരളത്തിലെ ആശാപ്രവർത്തകർക്ക് കിട്ടിയാൽ പോരാ. BJP പതിറ്റാണ്ടോളം ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ കൊടുക്കുന്ന 3500 രൂപ കേരളത്തിലെ ആശാപ്രവർത്തകർക്ക് കിട്ടിയാൽ പോരാ. 3 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകി സഹായിച്ച ആന്ധ്രാപ്രദേശിലും ബീഹാറിലും കൊടുക്കുന്ന 1000 രൂപ കേരളത്തിലെ ആശാപ്രവർത്തകർക്ക് കൊടുത്താൽ പോരാ. മധ്യപ്രദേശിലും മണിപ്പൂരിലും കൊടുക്കുന്ന 1000 രൂപ കേരളത്തിലെ ആശാപ്രവർത്തകർക്ക് കൊടുത്താൽ പോരാ. 2016 അധികാരത്തിൽ വന്ന കേരളത്തിലെ ഇടതുമുന്നണി ഗവൺമെന്റ് 1000 ഓണറേറിയം 7000 വർദ്ധിപ്പിച്ചത് ഗുജറാത്തും മണിപ്പൂരും മധ്യപ്രദേശും ബീഹാറും ആന്ധ്രാപ്രദേശും ആശാ വർക്കർമാരെ കാണുന്നത് പോലെ നിങ്ങളെ കാണാൻ പാടില്ല എന്ന ഉറച്ച തൊഴിലാളി വർഗ ബോധ്യം കേരളത്തിലെ ഇടതുള്ളത് കൊണ്ടാണ് 1000 രൂപ എന്നുള്ളത് 7000 വർദ്ധിപ്പിച്ച കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓണറേറിയം നൽകുന്ന അനുഭവത്തിലേക്ക് നടന്നു നീങ്ങിയത്. ഇനിയും അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് ഒരുമിച്ച് നീങ്ങാം. ഞാൻ സമരസമിതിയുടെ പ്രവർത്തകരോട് പറയും, നമുക്ക് ഒരുമിച്ച് നീങ്ങാം. നമുക്ക് അവകാശമായിട്ടുള്ള 636.88 കോടി രൂപ തരാത്ത സംഘത്തിനെതിരെ നമുക്ക് ഒരുമിച്ച് സമരം ചെയ്ത തുക വർദ്ധിപ്പിച്ച് വാങ്ങാം.